ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നവംബർ 15-ാം തീയതി 2023 നവംബർ 15-11-2023 ആയുർവേദ കോളേജുകളിലേക്ക് നടന്ന മെക്കാനിക് തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇലക്ട്രിക്കൽ പാർട്ട് ആണ് നമ്മൾ നോക്കുന്നത്. 10 ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഇലക്ട്രിക്കൽ പാർട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രൊഹിബിഷൻ സൈനുകൾക്ക് പുറമേയുള്ള ആകൃതി. പ്രൊഹിബിഷൻ സൈനുകൾ സർക്കുലർ ആകൃതിയിലാണ് പ്രൊഹിബിഷൻ സൈനുകൾ ഉണ്ടാവുക. ട്രയാങ്കുലർ ആകൃതിയിലുള്ളത് നമുക്ക് വാണിംഗ് സൈനുകളാണ് ട്രയാങ്കുലർ ആകൃതിയിലുള്ളത്. ഇൻഫർമേഷൻ സൈനുകൾ നമുക്ക് വരുന്നത് സ്ക്വയർ ആകൃതിയിലാണ്. വാണിംഗ് സൈന്, ട്രയാങ്കുലറും മാൻഡേറ്ററി സൈന്, പ്രൊഹിബിഷൻ സൈനുകളൊക്കെ സർക്കുലർ ഷേപ്പിലും ഇൻഫർമേഷൻ സൈനുകൾ സ്ക്വയർ ഷേപ്പിലുമാണ് ഉണ്ടാവുക. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഡാമ്പിംഗ് രീതി. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഉപയോഗിക്കുന്ന ഡാമ്പിംഗ് രീതി എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് രീതിയാണ്. എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ഉപയോഗിക്കാൻ കാരണം അതിനകത്ത് ഓൾറെഡി ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പെർമനന്റ് മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് സിസ്റ്റം ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എയർ ഡാമ്പിങ്, ഫ്ലൂയിഡ് ഡാമ്പിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിലാണ്. മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിലാണ് യൂസ് ചെയ്യുക. സ്പ്രിംഗ് ഡാമ്പിംഗ് എന്ന് പറയുന്ന ഒരു ഡാമ്പിംഗ് സിസ്റ്റം ഇല്ല. അതൊരു കൺട്രോളിംഗ് ടോർക്കിൻ്റെ അല്ലെങ്കിൽ കൺട്രോളിംഗ് മെത്തേഡാണ് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം. അതൊരു ഡാമ്പിംഗ് സിസ്റ്റം അല്ല. ഒരേ നീളവും 3 ഓംസ് തുല്യ റെസിസ്റ്റൻസും ഉള്ള 4 വയറുകൾ സമചതുരാകൃതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ സമചതുരത്തിന്റെ 2 എതിർ കോണുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് എത്ര? 3 ഓമിന്റെ 4 റെസിസ്റ്റൻസ് ഇതേപോലെ ഒരു സ്ക്വയർ ആക്കി അറേഞ്ച് ചെയ്തു. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് കോണുകൾക്കിടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 3 ഓം, 3 ഓം, 3 ഓം, 3 ഓം. അപ്പോൾ ഇവിടെ ഈ 2 റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ടാണ്. അപ്പോൾ 6 ഓം ഇവിടെയും 6 ഓം. അപ്പോൾ 6 ഓം 6 ഓം പാരലലായിട്ട് വരും. 6 ഓം പാരലലായിട്ട് വരും. 2 ഈക്വൽ റെസിസ്റ്റൻസുകൾ പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6/2, അതായത് 3 ഓംസ് ആയിരിക്കും. 1 ആംപിയർ ഇൻറ്റു 1 സെക്കൻഡ്. 1 ആംപിയർ മീൻസ് കറണ്ട് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ചാർജ് അല്ലെങ്കിൽ കുളുംബ്. 1 കുളുംബ്. 1 ആംപിയർ ഇൻറ്റു 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 കുളുംബ്. ഒരു ടോങ് ടെസ്റ്റർ ഉപകരണം ഡേഷ് ആകുന്നു. ടോങ് ടെസ്റ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോങ് ടെസ്റ്റർ ഉപയോഗിക്കുക. അതായത് ഇങ്ങനെ ഒരു കണ്ടക്ടർ പോവുകയാണെങ്കിൽ ആ കണ്ടക്ടറിലേക്ക് ഒരു ഇതേപോലെ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കറണ്ട് ട്രാൻസ്ഫോമറാണ്. ടോൺ ടെസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് ട്രാൻസ്ഫോമർ മാത്രം ഉണ്ടായാൽ പോലെ അത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റും കൂടെ വേണം, അതായത് അമ്മീറ്റർ. കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും അമ്മീറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ടോൺ ടെസ്റ്റർ എന്ന് പറയുന്നത്. കറണ്ട് ട്രാൻസ്ഫോമറും അമ്മീറ്ററും ചേർന്നത്. ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. വാട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കില്ല. പവറിനെ നമുക്ക് എനർജി ഡിവൈഡഡ് ബൈ ടൈം എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ടിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. ഒരു മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ സിംഗിൾ ഫേസ് സപ്ലൈയിൽ 240 വോൾട്ട് റീഡിംഗ് കാണിക്കുന്നു. 240 വോൾട്ട് എന്നത് ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് കാണിക്കുക RMS വാല്യൂ ആണ്. ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് നമുക്ക് ഇൻസ്ട്രുമെന്റിന്റെ റീഡിംഗിൽ തരുന്നത് RMS വാല്യൂ ആണ്. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്നത് ഒരു ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു BOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോവാട്ട് ഹവറിനെയാണ് നമ്മൾ 1 ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോവാട്ട് ഹവറിനെയാണ് ഒരു ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. 2 കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാക്സിമം ആകുന്നത്. 2 കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 2 കോയിലിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കോയിലിന്റെ സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ കുറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം ആവുന്നത് 2 കോയിലുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കിട്ടുന്നത്. അതായത് കോയിലുകൾ സ്പർശിക്കുന്ന രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം ഇൻഡക്റ്റൻസ് കിട്ടുന്നത്. 6 ഓംസ് പ്രതിരോധമുള്ള 3 റെസിസ്റ്ററുകൾ ത്രികോണാകൃതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു റെസിസ്റ്ററിന്റെ 2 ടെർമിനലുകൾക്കിടയിലുള്ള പ്രതിരോധം എത്ര? അതായത് ത്രികോണാകൃതിയിൽ 6 ഓംസ് ഉള്ള 3 റെസിസ്റ്റൻസുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. R. ഇങ്ങനെ 2 കോണുകൾക്കിടയിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് എത്ര? ഈ 2 റെസിസ്റ്റൻസ് ഇപ്പം നമുക്ക് സീരീസ് ആണ്. അപ്പോൾ ആ 2 റെസിസ്റ്റൻസിന്റെ വാല്യൂ 2R ആയി.
ആ 2R ബാക്കിയുള്ള R എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ട് വരും. അപ്പോൾ 2R പാരലൽ R, അതായത് 2R into R divided by 2R plus R. That means 2R square divided by 3R. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3R. ഓപ്ഷൻ ഡി. അയൺ ഷീറ്റിൻ്റെ ഉപരിതലം, ഇത് നമുക്ക് മെക്കാനിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നോർമൽ ജനറൽ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണത്. അയൺ ടൈപ്പ് ഷീറ്റിൻ്റെ ഉപരിതലം ടിൻ മെറ്റൽ ഉപയോഗിച്ച് കോട്ട് ചെയ്താൽ അത്തരം ഷീറ്റുകൾ അറിയപ്പെടുന്നത് ടിൻഡ് ഷീറ്റ് എന്നാണ്. സിങ്ക് കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ GI ഷീറ്റുകൾ എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും ക്രോമിയത്തെ, അല്ലെങ്കിൽ അയണിൻ്റെയും ക്രോമിയം കുറച്ച് നിക്കലിൻ്റെയും കൂടെയുള്ള ഒരു അലോയാണ് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതാണ് ഈ ചോദ്യപേപ്പറിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.